ഇവിടെ ഇനി ഇവർ ഉന്നയിച്ച ചില വിഷയങ്ങളെക്കുറിച്ച് ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്താ പറഞ്ഞത്? ഒരു തെമ്മാടി ആരെയും വിളിക്കുന്നത് SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ കുറിച്ച് പറയാണ് വളരെ മോശമായിട്ട്. SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിൻ്റെ കലാലയങ്ങളിൽ SFI ഉണ്ടാകണം? ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മുൻപൊരു SFIക്കാരനായിരുന്നു എന്നതിൽ ഏറെ അഭിമാനം കൊണ്ട നിമിഷമാണ് ഞാൻ. SFI അതിശക്തമായിരുന്നു. ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ്, KP നൗഷാദ് അലിയോട്, അല്പം ലജ്ജയുണ്ടോ താങ്കൾക്ക് ആ കുട്ടികളെക്കുറിച്ച് കുറ്റം പറയാതിരിക്കാൻ? എങ്ങനെയാണ് നിങ്ങൾ കുറ്റം പറയുക? മിസ്റ്റർ നൗഷാദ് അലി, എൻ്റെയും നിങ്ങളുടെയും നാട്, ഈ സർവകലാശാലകൾ RSS കീഴടക്കുമ്പോൾ അതിനെതിരെ കലാപമുണ്ടാക്കാൻ, കലഹിക്കാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുൻപോട്ട് വരുന്നു. അവരുടെ പേര് SFI എന്നാണ്. അവരുടെ കയ്യിലിരിക്കുന്ന പതാക വെള്ളക്കൊടിയിൽ നക്ഷത്രം പേറിയ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് ആലേഖനം ചെയ്ത പതാകയാണ്. അവർ വരുന്നു, അവർ സമരം ചെയ്യുന്നു. നിങ്ങൾക്ക് അവരെ അങ്ങ് അപമാനിക്കണം അല്ലേ? അവരെ ഈ നാട്ടിൽ നിങ്ങൾക്ക് വളരെ മോശമായി ഏതെല്ലാം തരത്തിൽ അപമാനിക്കാൻ പറ്റും വാക്കുകൾ കൊണ്ടങ്ങ് പൊട്ടുകയാണല്ലോ. എന്താണ് അവർ നടത്തുന്ന സമരം? എന്താണ് ഇതിൻ്റെ കോസ്? നിങ്ങൾ പറ. ജനാധിപത്യ വിരുദ്ധമായി RSS വൽക്കരിക്കുന്നു കേരളത്തിൻ്റെ സർവകലാശാലകളെ. അതിനെതിരെ SFI കേരളത്തിൻ്റെ കലാലയങ്ങളിൽ സമരം ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന ഈ ആർഷോയുടെ നേതൃത്വത്തിൽ നെഞ്ചുറപ്പോടെ വീറോടെ SFIക്കാർ. അതിനെ ഒന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സില്ലെങ്കിൽ നിശബ്ദമായിരുന്നൂടെ? നിങ്ങളെന്തിനാണ് അവരെ അപമതിപ്പ് സൃഷ്ടിക്കാൻ പോകുന്നത്? നിങ്ങളെന്തിനാണ് ആ കുട്ടികളുടെ മേൽ കുതിര കയറാൻ പോകുന്നത്? ഇനി അടുത്തൊരു കാര്യം പറയട്ടെ. കേരളീയരെ മുഴുവൻ പേരെയുമല്ലേ ഈ ഗവർണർ തെറി വിളിക്കുന്നത്? നിങ്ങൾക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ലല്ലോ. കണ്ണൂരിനെ മുഴുവൻ തെറി വിളിച്ചു. നിങ്ങൾക്ക് കണ്ണൂരിലെ സുധാകരന് പോലും പ്രശ്നമില്ലല്ലോ. എന്താണ് ഈ RSS വൽക്കരണത്തിൽ കോൺഗ്രസിന്റെ നിലപാട്? KPCC പ്രസിഡന്റ് നിലപാട് എന്താണ്? ഗവർണർ നല്ലതാണെന്നാണ്. അപ്പൊ തിരുന്നില്ല പറയട്ടെ. അടുത്ത് രമേശ് ചെന്നിത്തലയുടെ നിലപാട് എന്താണ്? അതിഗംഭീരാണ് ഗവർണർ എന്നാണ് പറയട്ടെ. അടുത്ത് ശശി തരൂരിന്റെ നിലപാട് എന്താണ്? ഗവർണർ ചെയ്തത് നിയമാനുസൃതമായ കാര്യമെന്നാണ്. ശ്രീ ശശി തരൂരിന് വേണ്ടി താങ്കൾ വിശദീകരിക്കുമോ? എന്ത് നിയമാനുസൃതമായ കാര്യമാണ് ഗവർണർ ചെയ്തത്? ഞാൻ ഈ വിശദീകരിച്ചത് നിയമാനുസൃതമായ കാര്യമാണോ? അല്ല. രാഷ്ട്രീയമായി RSSന്റെ ഇംഗിതത്തിനനുസരിച്ച് ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത് അദ്ദേഹം ചെയ്യുകയാണ്. ഇങ്ങനെ വന്നാൽ ഞാൻ നൗഷാദ് അലിയോട് പറയുന്നു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 സർവകലാശാലകളിലെ സിൻഡിക്കേറ്റുകളിൽ RSSന്റെ പ്രതിനിധികൾ വരും. സർവകലാശാലകളുടെ നയം രൂപീകരിക്കുന്ന സ്ഥലങ്ങളിൽ ചരിത്രത്തിലാദ്യമായി ഇതുവരെ നമ്മൾ ചെറുത്തു നിർത്തിയിരുന്ന കേരളത്തിലെ RSSനെ ഗവർണറുടെ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വരികയാണ്. ആ ലിസ്റ്റിന്റെ കൂട്ടത്തിലാണ് നിങ്ങളുടെ പേരുകൾ ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലല്ലേ? ശരി, നിങ്ങൾക്ക് 4 എണ്ണം എല്ലിൻ കഷ്ണം അങ്ങോട്ട് വലിച്ചിട്ട് തന്നപ്പോൾ അത് മതിയല്ലേ? കേരളം അവിടെ SFI കീഴടങ്ങാതെ സമരം ചെയ്യുന്നു. അവർ നടത്തുന്നത് ചരിത്രപരമായ സമരമാണ്. എൻ്റെയും നിന്റെയും നാട് വർഗീയവൽക്കരിക്കപ്പെടാതിരിക്കാനുള്ള മഹാപ്രക്ഷോഭത്തിലാണ് അവർ. അതിനെ അവമതിക്കുന്ന നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുകയാണ്. നിങ്ങളുടെ നിശബ്ദതയുണ്ടല്ലോ, ഗവർണറോട് ചേർത്ത് അന്ധമായ മാർക്സിസ്റ്റ് വിരോധത്തിന്റെ പേരിൽ നിങ്ങൾ ഒരുക്കി തീർക്കുന്ന ഇതെല്ലാം നാളെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. യാതൊരു സംശയവും വേണ്ട. രാജ്യത്ത് ഗവർണറെ ഉപയോഗിച്ച് സംഘപരിവാർ നടത്തുന്ന ഏറ്റുമുട്ടലിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇന്ന് പാർലമെന്റിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് തേടി ഞാൻ വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കോൺഗ്രസും ഉണ്ട് കൂട്ടത്തിൽ, മറന്നു പോകരുത്, കോൺഗ്രസും ഉണ്ട്. അപ്പൊ രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസ് ഉയർത്തുന്ന സമരങ്ങളോട്, നിങ്ങൾ പറയുന്ന മുദ്രാവാക്യങ്ങളോട് കേരളത്തിലെ നേതൃത്വത്തിന്റെ നിലപാടെന്ത്? നിങ്ങൾക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധത മാത്രമാണ് അല്ലേ? നിങ്ങൾ മാർക്സിസ്റ്റ് വിരുദ്ധർ മാത്രമാണ്. നിങ്ങൾക്ക് ഗവർണർ എല്ലിൻ കഷ്ണം കിട്ടിയാൽ അത്രയും ഞങ്ങൾ ഗോപാലകൃഷ്ണനോടൊപ്പം ചേർന്ന് നിങ്ങളെ ഡിഫെൻഡ് ചെയ്തോളാം അല്ലേ?